ആ ഓ ഇടവകയിലെ പെണ്ണുപിടിയന്മാരുടെ കുമ്പസാരം കേട്ട് കേട്ട് എന്റെ കൂമ്പ് വാടിയിടേ. എന്തെങ്കിലും ഇല്ലേടെ ഊത്താൻ? ഈ കൊച്ചാപ്പന് ഇതെന്നതാ ഊത്താൻ പറയുമ്പോ അങ്ങോട്ട് ഊത്താൻ? ഞാനിവിടെ ബിവറേജസ് കോർപ്പറേഷൻ ആണ് നടത്തുന്നത്. ഇത് റബ്ബർ എസ്റ്റേറ്റ് അല്ലയോ? എടാ ചാർലി, നിന്റെ ഈ പൊന്നോമന മുഖം ഒന്ന് കാണാനും നിന്നോടൊപ്പം ഒന്ന് കൂടാനും വേണ്ടിയിട്ടാടാ 3 ദിവസത്തേക്ക് കുർബാന ഉണ്ടായിരിക്കില്ല എന്ന് എന്റെ ഇടവക അനൗൺസ് ചെയ്തിട്ട് ഞാൻ ഈ മല കയറിയത്. നിന്റെ അപ്പന്റെ കൂടെപ്പിറപ്പായിട്ട് പിറന്നു പോയതാടാ ഞാൻ ചെയ്ത തെറ്റേ. അന്ന് പാറേപ്പള്ളി പെരുന്നാളിന് പ്രദക്ഷിണം പോയപ്പോ കൊച്ചുത്രേശാപ്പൻ എനിക്കൊരു പ്രേമലേഖനം തന്നതിന് നിന്റെ അപ്പൻ ആ കാലമാടം മാത്തച്ഛൻ എന്റെ ഈ നെഞ്ചത്തെ ഇരട്ടക്കുള്ള തോക്കിക്കൊണ്ട് പറഞ്ഞത് എന്നതാണെന്ന് നിനക്കറിയാവോ? പ്രേമിച്ച കൊന്നുകളയോട് ആ പന്നീന്ന്. കേട്ട പാതി പ്രേമം വേണ്ട പ്രാണം മതി എന്നും പറഞ്ഞ് ഞാൻ ഓടിയ ഓട്ടം ചെയ്ത് എത്തിയത് സെമിനാരിയില. അതായിരുന്നു എന്റെ ടേർണിംഗ് പോയിന്റ്. ത്രേശാപ്പണിന്റെ വഴിയിലുമായി, ഞാൻ കർത്താവിന്റെ വഴിയിലുമായി. എന്തെങ്കിലും ഇരിപ്പുണ്ട് എടുത്തോണ്ട് വന്ന് ഊത്തടേ. എന്തെങ്കിലും ഊത്തേച്ചാ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല റബ്ബർ പാൽ ഇരിപ്പുണ്ട്, അതങ്ങോട്ട് ഊത്തട്ടോ. അത് ചത്തുപോയതിന്റെ അച്ഛൻ കൊല്ലം ചൂലക്കുട്ടി കൊണ്ടുപോയി ഊത്ത്. എന്റെ അച്ഛനെ പറഞ്ഞാണ്ടില്ല, അച്ഛനാ നോക്കത്തില്ല, എടുത്തിട്ട് പെരുമാറുകളെയും ഞാൻ. സാത്താനേ, പോ. ഞാൻ ഈ കുരിശു കൊണ്ട് നിനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചാൽ നീ ഒരു അടി അനങ്ങിയല്ല. ഈ പറയുന്നത് കൊച്ചാപ്പനല്ല, ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ച ഒരു പാതിരിയാവുന്നു. അത് വേണോ മകനെ? ഊത്തടേ. ഒരു റബ്ബർ ഷീറ്റിന്റെ വില പോലും എനിക്ക് കൽപ്പിക്കാതെ നീ കുത്തിയിരുന്ന് കുത്തുന്നോടാ നിന്റെ ഒടുക്കത്തെ ഒരു കാൽക്കുലേറ്റർ. അയ്യോ, മൊബൈലായിരുന്നോ? അച്ഛനൊരു അബദ്ധം പറ്റിയതാ. പോ. ആ ഭാഗ്യം ചത്തിട്ടില്ല. ധാരാണാവോ വീണടുത്ത് കടന്ന് വിളിക്കണേ. ഹലോ, ഇരുമ്പ നിന്റെ തന്ത. ഹലോ എടാ കന്നാലി, ഇത് ഞാനാ, നിന്റെ മോലാളിയുടെ അപ്പന്റെ ചേട്ടന്റെ മോൻ സണ്ണിച്ചായൻ. ഞാൻ ആളറിയാതെ ചാർലി ചായോ? സണ്ണിച്ചായൻ. സണ്ണിച്ചായനോ? സണ്ണിച്ചായ എന്നാ സണ്ണിച്ചായ? എടാ വേ, ഞാൻ മലയിറങ്ങി തുടങ്ങി. നല്ല 1-ാം തരം വെടിയിറച്ചിയും പറങ്ങി മാങ്ങാൻ പറ്റിയത് ഒരുക്കി വെച്ചത്. അതല്ല നീ കൂട്ടിലിട്ട് പിണ്ണാക്ക് കൊടുത്ത് വളർത്തിയ ചീമപ്പന്നി അങ്ങനെ വെട്ടി സൽക്കരിക്കാനാ പ്ലാനെങ്കിലേ എടാ കോപ്പേ, ഈ പാലാക്കാരൻ നസറയുടെ വൈകുന്നേരം തെറിയേക്കും. പറഞ്ഞേക്കാം. എന്നാ വെച്ചാര്, ഇത് പ്രീപെയ്ഡാ. ഓ, ഇന്നത്തെ കാര്യം ഖലാസ്. അവൻ എന്തോന്നാണ് പറഞ്ഞേ? നല്ല വെടിയിറച്ചിയും പറങ്കിയിട്ട് വാറ്റിയതും ഒരുക്കി വെക്കാം. എന്നായാലും കൊച്ചാപ്പന്റെ സമയം കൊള്ളാം. അപ്പൊ എങ്ങനെയാ ചായ അജണ്ട? ആദ്യം നീ മേനോൻ ചേട്ടനെ വിളിക്കും. എന്റെ ഫോൺ. ദൂരെ പോ. അടിപൊളി. ആ പന്നി നിര്യാതനായി. കാട്ടുമൃഗത്തിന്റെ മണം പിടിച്ച് പുറകെ പായും മേനോന്റെ വെടിയുണ്ട. അതാണ് ഈ ക്യാപ്റ്റൻ മേനോൻ. സംജു, എന്റെ പുന്നാര മേനോട്ടോ, ഈ കൊടുങ്ങാട്ടി വെച്ച് പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങളാണ് യഥാർത്ഥ വെടിവീരൻ. എന്നാ വെടിയോ? തോന്നിയാസം പറയാൻ അവനെപ്പോ എടുത്തോണ്ട് വാടാ. അവിടെ 3 തടിയന്മാർ ആക്രാന്ത മൂത്ത് കാത്തിരിക്കുക ചുട്ടു തിന്നാൻ. ജാവോ. तेरा जीवन मेरा कागज कोराई रहती है. കോയമ്പത്തൂരിന്ന് കയറ്റി വിട്ട 14 ലോഡ് ജൈവവളം വാളയാർ ചെക്ക് പോസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞു ഒരുത്തന്റെ വിളി. ഇറക്കിയ ലോഡിന് നമ്മളെ ഗുണം ഇച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞു വേറൊരുത്തന്റെ വിളി. ഇതൊന്നും പോരാഞ്ഞിട്ട് പുതുതായി ചാർജെടുത്ത സെയിൽ ടാക്സ് കമ്മീഷണറുടെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കാൻ സിംഗപ്പൂർ വിസ്കി തന്നെ വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു കോപ്പന്റെ വിളി വേറെ. ഇങ്ങനെ വിളിക്കുന്നവന്മാരുടെ എണ്ണം കൂടിയപ്പോഴേ ലാൻഡ് ഫോണിന്റെ പിന്നൂരിയച്ചേ ഇന്നത്തേക്ക് എന്നെ മറന്നേരം മോളിക്കുട്ടിയെ എന്ന് പെമ്പറന്നത്തോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് മുങ്ങി. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇവന്റെ ഈ വാറ്റുകാരായും വെടിയിറച്ചിയും കഴിച്ചില്ലേ എന്നാന്നറിയാൻ മേല ഒരുമാതിരി നെഞ്ചരിച്ചില്ല. അതറിയാവുന്നോണ്ടല്ലേ സണ്ണിച്ചായ ഒരു ഫാസ്റ്റ് ഫുഡ് പരുവത്തിൽ ഞാനിതൊക്കെ ഇവിടെ ഒരുക്കി വെച്ചത്. ഈ 70ാമത്തെ വയസ്സിലും ഈ ക്യാപ്റ്റൻ മേനോന്റെ കണ്ണും കാതും ഷാർപ്പായതുകൊണ്ട് ഈ ചേട്ടച്ചാരുടെ മുന്നിൽ ഈ അനിയച്ചാർക്ക് അങ്ങോട്ട് ആളാകാം. അതെന്നതാ പെട്ടുള്ള ഇവനെ ഒന്ന് ആക്കി പറഞ്ഞത്. അതൊക്കെ ഉണ്ട് എന്റെ അച്ചോ. ഈ നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ ചാർലി 1-ാം നമ്പർ ഒരു വേട്ടക്കാരനാണ്. പക്ഷെ അതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. മേനോൻ ചേട്ടോ, മാനം കെടുത്തല്ലേ. ഇച്ചിരിയൊക്കെ മാനം കെടുന്നൊക്കെ നല്ലത് തന്നെയാ. എന്നെ സണ്ണിച്ചായോ, നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ
ഈ കാട്ടിലുള്ള സകല പന്നികൾ കുടുംബസമേതം വന്നേച്ചും ചാർലിച്ചായന്റെ തോക്കിന്റെ മുമ്പിൽ നിന്നേച്ചും പറയുവാ, ചാർലിച്ചായോ എന്നെ വെടിവെക്കുന്നു. എന്നാലും ചാർലിച്ചായൻ ഉന്നം തെറ്റും. പോടാ. ആ എന്നാടോ അങ്ങനെ? അത് ചുമ്മാ. ചുമ്മാതല്ല, മനഃപൂർവ്വം തന്നെ. എടോ സണ്ണിച്ച, ഒന്നിനെ കൊല്ലുന്നവന് ഇഷ്ടമല്ല, വളർത്താനാ താല്പര്യം. അത് കറക്റ്റ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ ഇരിക്കുന്ന കാണ്ടാമൃഗം. കണ്ടാമൃഗം നക്കിയാലേ നക്കണം പൊളിയും. മുട്ട ബെല്ലടിക്കുന്നു. കൊച്ചാപ്പന്റെ മുട്ടയ്ക്ക് എന്നാ റേഞ്ചാ? മുട്ടയ്ക്കുള്ള റേഞ്ച് നിന്റെ ചത്തുപോയ അപ്പ ചൂലക്കുട്ടിക്ക് റേഞ്ച്. ഹലോ, അത് മുട്ട. ഫാദർ പാപ്പി സ്പീക്കിംഗ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാര്യം പറയൂ. ശരി, ഞാൻ ഉടനെ എത്തിയേക്കാം. ഇടവകയിലെ പ്രായം ചെന്നൊരു പൗരനെ കർത്താവ് വിളിച്ചു. അന്ത്യകർമ്മങ്ങൾക്കായി എന്നെ ഇടവക വിളിക്കുന്നു. പോയി വരട്ടെ കുഞ്ഞാടുകളെ. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ.